നമസ്കാരം. ഭാരത പൈതൃകത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. നമ്മൾ ഭഗവത്ഗീതയിലൂടെ എന്ന വിഷയത്തെപ്പറ്റി അല്ലെങ്കിൽ ഭഗവത്ഗീതയിലൂടെ എന്ന സെഗ്മെൻറ്റിനെ പറ്റിയുള്ള 8ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുകയാണ്. അതിലെ ആശയങ്ങൾ മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അല്ലെങ്കിൽ ഒരു വളരെ വിശാലവും വിപുലവുമായ അർത്ഥങ്ങളുള്ള ഒരു ഗ്രന്ഥമാണ് ഭഗവത്ഗീത. അത് തന്നെ ആദ്യം തന്നെ ഫലശ്രുതിയിൽ ഭഗവാൻ ആദ്യമേ ഭൂമി ദേവിയോട് പറയുന്നതായിട്ടും അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. ഒരു മതഗ്രന്ഥം എന്നതിലുപരി ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കുള്ള യഥാർത്ഥ പരിഹാരം നമുക്ക് ഭഗവത്ഗീതയിൽ തേടിയാൽ കിട്ടും. പക്ഷെ അതെന്ന് പറയുന്നത് വളരെ ലളിതമായിട്ട് പറഞ്ഞു തരിക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എങ്കിലും പല പല വ്യാഖ്യാനങ്ങളിൽ നിന്ന് ശേഖരിച്ചിട്ടുള്ള കാര്യങ്ങളും പിന്നെ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലുള്ള കാര്യങ്ങളും പിന്നെ എൻ്റെ ഗുരുവായിട്ട് കാണുന്ന ശ്രീ ഗിരീഷ് കുമാർജിയുടെ പ്രഭാഷണങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ള ശകലങ്ങളും എല്ലാം ഉൾപ്പെടുത്തി എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ ഭഗവാനിൽ അർപ്പിതമായി പറയുന്നു എന്ന് മാത്രം. അപ്പം നമുക്ക് നോക്കാം. ആദ്യം അടകടാനന്ദജിയുടെ വ്യാഖ്യാന പ്രകാരം ഇതിനെ അക്ഷരബ്രഹ്മയോഗം എന്നാണ് അറിയപ്പെടുന്നത്. ബ്രഹ്മം എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരുടെയും ഒരു തെറ്റിദ്ധാരണയുണ്ട്. നമ്മുടെ പ്രത്യേകിച്ച് ശിവക്ഷേത്രം ശിവനാണ് പരബ്രഹ്മം എന്നുള്ള തരത്തിലൊരു തെറ്റിദ്ധാരണയുണ്ട്. ആ ഒരു ലിംഗരൂപം, ആ ജ്യോതിർരൂപത്തെയാണ് അല്ലെ ജ്യോതിർലിംഗമാണ് അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന പരബ്രഹ്മം എന്ന് പറയുന്നത്. അന്നേരം അതിൻ്റെ 3 ഭാവങ്ങൾ ഒത്തുചേരുമ്പോഴാണ് അതിനെ നമ്മൾ പരബ്രഹ്മം എന്ന് പറയുന്നത്. അത് ആദ്യം നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അല്ലാതെ ശിവനാണ് വലുത്, വിഷ്ണുവാണ് വലുത്, ബ്രഹ്മാവാണ് വലുത് എന്നുള്ള തരത്തിലുള്ള പല 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 കമൻറ്റുകളും ഞാൻ പലപ്പോഴും യൂട്യൂബുകളിൽ കാണാറുണ്ട്. അങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ എനിക്കും പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതല്ല സത്യം. നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അതേപോലെ ഒരു അമ്പലങ്ങളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഈ വിഗ്രഹങ്ങളെന്ന് പറയുന്നത് അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ മാത്രമാണ്. അല്ലെങ്കിൽ അവിടെ ഈശ്വരനെ അല്ല നമ്മൾ അവിടെ പ്രതിനിധാനം ചെയ്യുന്നത്. അതായത് ഈശ്വരൻ ഒരു ഗുരുരൂപത്തിലിരിക്കുന്നു എന്ന് മാത്രം. അതായത് എപ്രകാരമാണോ ഭൂമിയിൽ ജലം പല ഇടങ്ങളിലും അല്ലെങ്കിൽ ഭൂമിയിലെ എല്ലാ ഭാഗങ്ങളിലും ജലം നിറഞ്ഞു കിടപ്പുണ്ട്. അന്നേരം നമുക്ക് ആവശ്യമായിട്ടുള്ള ജലം നമ്മളല്ലെങ്കിൽ കിണർ കുഴിച്ച് നമ്മൾ എടുക്കുന്നു എന്ന് പറയുന്നത് പോലെ ക്ഷേത്രങ്ങളെന്ന് പറയുന്നത് ആ ഒരു ആത്മചൈതന്യത്തെ അല്ലെങ്കിൽ നമ്മളിലും എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന ചൈതന്യത്തെ ഒന്ന് അറിയാൻ വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ പ്രതിഫലനം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത്. അതായത് നമ്മുടെ ക്ഷതങ്ങളിൽ നിന്ന് മാനസികവും ശാരീരികവുമായുള്ള ക്ഷതങ്ങളിൽ നിന്ന് നമുക്കുള്ള പരിഹാരം കണ്ടെത്തുന്ന സംവിധാനങ്ങളെയാണ് ക്ഷേത്രങ്ങളെന്ന് പറയുന്നത്. സെമറ്റിക് മതങ്ങളിലെ പോലെ ഒരു സങ്കല്പമല്ല എന്നതും നമ്മൾ മനസ്സിലാക്കുക. സെമറ്റിക് മതങ്ങളെന്ന് പറയുന്നത് ഇസ്ലാം മതവും അല്ലെങ്കിൽ ഈ പറയുന്ന ക്രിസ്തു മതം പോലെയോ ഇത് ചെയ്യണം എന്ന് പൂർണ്ണമായും നിഷ്കർഷിക്കുന്നില്ല നമ്മുടെ ഹൈന്ദവ മതത്തിൽ. നിങ്ങൾക്കിഷ്ടമുള്ള രൂപത്തിൽ ഈശ്വരനെ ആരാധിക്കാം. അത് ഏതെങ്കിലും ഒരു രൂപത്തോടു കൂടി നിങ്ങളുടെ അച്ഛനായിട്ടോ നിങ്ങളുടെ അമ്മയായിട്ടോ അതല്ലെങ്കിൽ നിങ്ങളുടെ ജ്യേഷ്ഠനായിട്ടോ നിങ്ങളുടെ അനുജനായിട്ടോ കണ്ടാലും തെറ്റില്ല. അല്ലെങ്കിൽ ഈശ്വരനെ നിങ്ങൾ അങ്ങനെ സാക്ഷാത്കരിച്ചാലും കുഴപ്പമില്ല. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ശിവൻ്റെ ലിംഗമാണ് പല ക്ഷേത്രങ്ങളിലും അല്ലെങ്കിൽ ശിവലിംഗം എന്നുള്ള അർത്ഥത്തിൽ ശിവം എന്ന ആ പദം എന്ന് പറയുന്ന മംഗളത്തെ തരുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് ആ ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത്. അന്നേരം നമ്മളല്ലാതെ ഈ താമസിക ഗുണം അല്ലെ പരബ്രഹ്മത്തിൻ്റെ താമസിക ഗുണമാണ് രുദ്രൻ എന്ന് പറയുന്നത്. ശിവം എന്ന് പറയുമ്പോൾ അത് പരബ്രഹ്മ തലത്തിലോട്ട് ഉയരുന്നതാണ്. അല്ലെങ്കിൽ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ ചേരുന്ന രൂപമാണ്. വൈഷ്ണവർ അതിനെ വിരാട് സ്വരൂപം എന്ന് പറയുന്നു. ശൈവർ അതിനെ ശിവം അല്ലെ പരബ്രഹ്മം എന്ന് വേറൊരു തരത്തിൽ പറയുന്നു. അതേപോലെ ബ്രഹ്മാവിനെ വിശ്വസിക്കുന്നവർ അത് പരബ്രഹ്മം എന്ന് പറയുന്നു.
ഏതായാലും എല്ലാം ഒന്ന് തന്നെ. പിന്നെ മറ്റൊരു സങ്കല്പവുമുണ്ട്, പരാശക്തി. ഇതിൽ തന്നെയുള്ള അന്തർലീനമായിരിക്കുന്ന ശക്തി തന്നെയാണ് പരാശക്തി. ഈ കാര്യങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് തിരിച്ചറിയുക. അല്ലെ, അമ്മയാണ് വലുത്, അച്ഛനാണ് വലുത് എന്നുള്ള ആ ഒരു തെറ്റിദ്ധാരണകൾ ആദ്യം മാറ്റിയിട്ട് വേണം നമ്മൾ ഓരോ കാര്യങ്ങളിലേക്ക് പറഞ്ഞു വരാൻ. അന്നേരം ആ തെറ്റിദ്ധാരണകൾ മാറുന്നതിന് വേണ്ടിയാണ് വളരെ വ്യക്തമായിട്ട് ഞാൻ ഈ ഓരോ കാര്യങ്ങൾ പറയുന്നത്. അതേപോലെ തന്നെ ഇപ്പം ശിവനെ ആരാധിക്കുന്നവർ കാണും, വിഷ്ണുവിനെ ആരാധിക്കുന്നവർ കാണും, മുരുകനെ ആരാധിക്കുന്നവർ കാണും, ശാസ്താവായ അയ്യപ്പനെ ആരാധിക്കുന്നവർ കാണും. അന്നേരം ഒരുത്തൻ്റെ ആരാധനയെ മറ്റൊരുത്തൻ കളിയാക്കാൻ പാടില്ല, അല്ലെങ്കിൽ അവരുടെ ദൈവമാണ് വലുത്, ഇവരുടെ ദൈവമാണ് എന്നുള്ള തർക്കങ്ങളിൽ യാതൊരു കഴമ്പുമില്ല. എല്ലാം അവസാനം ചെന്ന് ചേരുന്നത് ഒരേ ശക്തി ചൈതന്യത്തിലേക്ക് തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ ഓരോ രൂപങ്ങൾക്കും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓരോ ആരാധനാമൂർത്തികൾക്കും ഉള്ള ക്രമങ്ങൾ വ്യത്യസ്തമാണ് എന്നുള്ളതാണ് ഇതിൽ വ്യത്യാസമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് പെട്ടെന്ന് പ്രീതിപ്പെടുന്ന അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉപദ്രവങ്ങളൊന്നും ഉണ്ടാക്കാത്ത അല്ലെങ്കിൽ ശാന്തതയെ തരുന്ന രണ്ട് പ്രതീകങ്ങളാണ് ശാക്തേയ ആരാധനയും വൈഷ്ണവ ആരാധനയും. അതിൽ ഈ പറഞ്ഞ കൃത്യമായിട്ടുള്ള നിഷ്ഠകൾ പാലിച്ചില്ലെങ്കിൽ കൂടി അല്ലെങ്കിൽ നമ്മളെ വഴികാട്ടി നടത്തുന്ന രീതിയാണ് അതിലുള്ളത്. ശൈവ രീതി എന്ന് പറയുന്നത് കുറച്ചുകൂടെ കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ ശൈവ രീതിയിൽ പരാശക്തിയെയും ശിവനെയും ഒന്നുപോലെ ആരാധിച്ചുകൊണ്ടാണ് പോകുന്നത്. അതേപോലെ മുരുകനെ ആരാധിക്കുന്നവരുണ്ട്. അന്നേരം അതിനെയൊന്നും നമ്മൾ ഒരിക്കലും ഇകഴ്ത്തി കാണാൻ പാടില്ല. അത് ഓരോരുത്തരുടെ ആരാധന രീതികളും വിശ്വാസങ്ങളും ക്രമങ്ങളുമാണ്. അന്നേരം മുരുകനെ ആരാധിക്കുന്ന അവർ പരബ്രഹ്മമായിട്ട് കണ്ടുകൊണ്ടാണ്, ഈ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ ചേരുന്ന സ്വരൂപമായിട്ടാണ് മുരുകനെ കാണുന്നത്. അതായത് മുരുകൻ്റെ ആദ്യ ജന്മം എന്ന് പറയുന്നത് സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ അവതാരമായ അല്ലെങ്കിൽ അംശാവതാരമായിട്ടുള്ള സനൽകുമാരനാണ്. ആ സനൽകുമാരന് അന്ന് തന്നെ വളരെ അറിവും കാര്യങ്ങളുമൊക്കെയുള്ള ആളായിരുന്നു. അങ്ങനെ അദ്ദേഹം ശിവനെ തപസ് ചെയ്യുന്നു. അങ്ങനെ ശിവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാൻ ഇതേപോലെ അങ്ങോട്ടൊരു വരം തരാം, ഞാൻ നിങ്ങളുടെ രണ്ടുപേരുടെയും പുത്രനായിട്ട് അവതരിക്കാം. അന്നേരം സാക്ഷാൽ ശിവൻ്റെ സ്വരൂപവും വിഷ്ണുവിൻ്റെ അറിവും ചേർന്ന പൂർണ്ണ പുരുഷ രൂപമാണ് മുരുകസ്വാമി എന്ന് പറയുന്നത്. പല പല തെറ്റിദ്ധാരണകളും നമുക്കുണ്ട്. സീരിയലുകളും സിനിമകളും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ട് കുറേ തെറ്റിദ്ധാരണകൾ വന്നിട്ടുള്ളതാണ്. അന്നേരം കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും അല്ലെങ്കിൽ ഭാഗവത പുരാണമുണ്ട്, ഈ പറയുന്നത് പോലെ മാർക്കണ്ഡേയ പുരാണമുണ്ട്. മാർക്കണ്ഡേയ പുരാണം എന്ന് പറഞ്ഞാൽ ദേവിയെ പറ്റി കൂടുതൽ ദേവി മഹാത്മ്യമൊക്കെ പ്രതിപാദിക്കുന്നതാണ് മാർക്കണ്ഡേയ പുരാണം. പിന്നെ അതേപോലെ മുരുകനെ പറ്റി പറയുന്ന സ്കന്ദപുരാണം. ഇതൊക്കെ വളരെ മഹത്തായ കാര്യങ്ങളാണ് നമുക്ക് തരുന്നത്. അതെല്ലാം എത്രയെത്ര വായിച്ചാലും തീരാത്ത അറിവുകൾ നമ്മുടെ ഋഷീശ്വരന്മാർ നൽകിയിട്ടുണ്ട്. അന്നേരം അതിലേക്കൊന്നും കൂടുതലായിട്ട് പോകുന്നില്ല, എങ്കിലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അന്നേരം ആ ഒരു ഓർമ്മ നമ്മുടെ മനസ്സിൽ കരുതിക്കൊണ്ട് വേണം ഇത് കേൾക്കാൻ. അന്നേരം ഈ പറയുന്നത് ശ്രീകൃഷ്ണനാണോ അല്ലെങ്കിൽ ശിവനാണോ അല്ലെങ്കിൽ മുരുകനാണോ എന്നുള്ള തെറ്റിദ്ധാരണകൾ വേണ്ട. സാക്ഷാൽ പരബ്രഹ്മത്തിൻ്റെ വാക്കുകളാണ് ഈ പറയുന്ന ഭഗവത്ഗീതയിലുള്ളത് എന്ന് ആദ്യം തന്നെ മനസ്സിൽ വെച്ചിട്ട് വേണം അത് നമ്മുടെ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാൻ. യഥാർത്ഥ ഗീത എന്ന് പറഞ്ഞാൽ സാധാരണയായി ഇദ്ദേഹം പറയുന്നത് പ്രധാനപ്പെട്ട ആശയം കൃഷ്ണൻ അർജുനനോട് പറയുന്നു എന്ന് പറയുന്നത് ഓരോ പരമാത്മാവ് ജീവാത്മാവിനോട് പറയുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ അവിടെ ഒരു അർജുനനും കൃഷ്ണനും എന്നുള്ള ഒരു സങ്കല്പമല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഭഗവത്ഗീതയുടെ തുടക്കമെടുത്ത് കഴിഞ്ഞാൽ പറയുന്നുണ്ട്, ഭീഷ്മരാകുന്ന ശൈലം, അങ്ങനെ പല പല മനസ്സിലെ വികാരങ്ങൾ, മനുഷ്യൻ്റെ മനസ്സിലെ വികാരങ്ങളെയാണ് അത് കാണിക്കുന്നതെന്ന് അതിൻ്റെ ഓരോ ആത്മതലങ്ങളും സൂക്ഷ്മമായി പരിശോധിച്ച് വേണം ഭഗവത്ഗീത മനസ്സിലാക്കാൻ. അത് എത്ര വർഷമെടുത്താലും മനസ്സിലാക്കുക എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. എങ്കിലും എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നു. അത് എത്രത്തോളം ശരിയുണ്ടെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. എൻ്റെ ഗുരുജിയുടെ അനുഗ്രഹം കൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതേപോലെ
ശ്രീ നമ്മുടെ ശരത് ഹരിദാസ് സാറിൻ്റെ പ്രഭാഷണങ്ങളും കുറച്ചുകൂടെ ഒന്ന് അതിനെ ഒന്ന് വ്യക്തമാകാൻ എന്നെ സഹായിച്ചിട്ടുണ്ട് എന്ന് അവരെയും കൂടി ഉള്ള എൻ്റെ കൃതജ്ഞത പ്രകടമാക്കിക്കൊണ്ട് നമുക്ക് ബാക്കി ഭാഗങ്ങളിലോട്ട് പോകാം. ആദ്യമേ പറയുന്നതിനകത്ത് ബ്രഹ്മം എന്താണ്? നശിക്കാത്തത് എന്നുള്ള അർത്ഥമാണ് ബ്രഹ്മത്തിനുള്ളത്. അക്ഷരം ആണ് ബ്രഹ്മം. അതാണ് അക്ഷരബ്രഹ്മം എന്ന് നമ്മൾ പറയുന്നത്. അത് ശാശ്വതമാണ്, എന്നും സ്ഥിരമായിട്ടുള്ളതാണ്. അതിനൊരിക്കലും നാശമുണ്ടാകുന്നതല്ല, നാശമില്ല. ആത്മാവ് എന്താണെന്ന് ചോദിച്ചാൽ ശരീരത്തിൻ്റെ ഉള്ള ജീവനാണ്, അല്ലെങ്കിൽ ശരീരത്തിൽ ശരീരത്തിലെ ആ ഒരു എനർജി. അതില്ലെങ്കിൽ നമ്മുടെ ശരീരം എന്താണ്? വെറൊരു ജഡവസ്തു മാത്രമാണ്. അതിനെയാണ് ആത്മാവ്. അത് ഒരിക്കലും മരിക്കുന്നില്ല. നമ്മുടെ ശരീരത്തിന് മാറ്റം സംഭവിക്കുന്നു, അതിനെ നമ്മൾ മരണമെന്ന് പറയുന്നു. നമ്മുടെ ശരീരം ക്ലിനിക്കലി ആദ്യമേ ബ്രെയിൻ ഡെത്ത് കഴിഞ്ഞ് ക്ലിനിക്കൽ ഡെത്ത് സംഭവിക്കാൻ ഒരുപാട് സമയമെടുത്തതിന് ശേഷമാണ് ക്ലിനിക്കൽ ഡെത്ത് സംഭവിക്കുന്നത്. അതായത് പിന്നെ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, മനുഷ്യൻ മരിക്കുന്ന സമയത്ത് ഏത് ചിന്തയിലാണോ മരിക്കുന്നത് അതേ ദൈവസ്മരണം അത്രത്തോളം പ്രധാനമാണ്. അങ്ങനെ ദൈവസ്മരണം എന്ന് പറയുന്ന ചെറുപ്പത്തിലേ നമ്മൾ ഉണ്ടാക്കേണ്ട ഒരു കാര്യമാണ്. ഈ അടുത്ത സമയത്ത് മാതൃഭൂമിയുടെ ഒരു സ്റ്റാൾ ഡ്യൂട്ടി ചെയ്യാൻ പോയ സമയത്ത് അവിടെ ഒരു വളരെ ചെറിയ ഒരു കുട്ടിയുടെ പ്രഭാഷണം ഉണ്ടായിരുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടായിരുന്നു. ഓരോ കാര്യങ്ങളും അവൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ചെറുപ്പത്തിലൊക്കെ ഒരു അമ്പലത്തിലൊക്കെ ഒരു ഇതേപോലെ പ്രഭാഷണമൊക്കെ അവതരിപ്പിക്കാൻ ഞാൻ ചോദിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മുടെ അറിവിൻ്റെ പ്രകടമാക്കൽ അല്ല, നമുക്കറിയാവുന്ന കാര്യങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം. പക്ഷേ അന്ന് ഈ പറഞ്ഞ പുതിയകാവ് ദേവി ക്ഷേത്രത്തിലൊക്കെ ആദ്യം ഒന്ന് ശ്രമിച്ചപ്പോൾ തന്നെ അവിടെയുള്ള പരിഹാസങ്ങളും ഒക്കെ, അല്ലെങ്കിൽ അവിടുത്തെ നമ്മുടെ സ്വന്തം നാട്ടുകാരുടെ തന്നെ നമ്മളെ ഒരു പുച്ഛത്തോടെ കാണുന്ന നാട്ടുകാരാണ്. അന്നേരം അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ ആ പരിപാടികളെല്ലാം നിർത്തിവെച്ചു. പിന്നീട് എൻ്റെ വല്യച്ഛൻ്റെ ഒരു പ്രേരണയിലാണ് ഇങ്ങനെ ഒരു ചാനൽ തന്നെ തുടങ്ങാനൊരു പ്രധാനപ്പെട്ട കാരണം. ഇന്ന് അദ്ദേഹം ഈ ഭൂമിയിലില്ല. അന്നേരം അതുകൂടെ ഞാൻ പെട്ടെന്ന്, അല്ലെങ്കിൽ എനിക്ക് അതിനുള്ളൊരു ആത്മവിശ്വാസം തന്നത് അദ്ദേഹം തന്നെയാണ്. പലപ്പോഴും പല പ്രതിസന്ധി സമയത്തും പുള്ളിക്കാരൻ വരുമ്പോൾ ഒരു വല്ലാത്തൊരു ധൈര്യമായിരുന്നു ജീവിതത്തിൽ. അതൊന്നും പറയുന്നില്ല, നമുക്ക് ബാക്കി കാര്യങ്ങളിലോട്ട് പോകാം. ദൈവസ്മരണം എത്ര പ്രധാനമാണ്. മരിക്കുന്ന സമയത്ത് കൃഷ്ണനെ ഓർക്കുന്നവർ മോക്ഷത്തിലേക്ക് പ്രാപിക്കും. അതായത് കൃഷ്ണൻ എന്ന് പറയുന്ന ഇവിടെ ഉദ്ദേശിക്കുന്ന സ്വരൂപം എന്ന് പറയുന്നത് വിരാട് സ്വരൂപത്തിലുള്ള ശ്രീകൃഷ്ണനെയാണ്. അതായത് ശ്രീകൃഷ്ണൻ്റെ മുഖത്ത് ശിവൻ, ബ്രഹ്മാവ്, അങ്ങനെയുള്ള ആ ഒരു വിശ്വരൂപ ദർശനമുണ്ട്. ആ ഒരു കാര്യമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അന്നേരം കൃഷ്ണം സർവം ജഗദ്ഗുരു എന്നൊരു ശ്ലോകമുണ്ട്. അന്നേരം കൃഷ്ണനാണ് എല്ലാ ലോകത്തിൻ്റെയും ഗുരു. അതേപോലെ ശിവനെയും പറയുന്നുണ്ട്. എൻ്റെ ശ്ലോകം പെട്ടെന്ന് മനസ്സിലോട്ട് ഓർക്കുന്നില്ല. ഗുരു വിഷ്ണു, ഗുരുദേവോ മഹേശ്വര എന്ന് പറയുന്ന, ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഃ എന്ന് പറയുന്ന ശ്ലോകമുണ്ട്. അന്നേരം ശിവനാണ് മഹാഗുരു എന്ന് പറയുന്നുണ്ട്, ബ്രഹ്മാവാണ് മഹാഗുരു എന്ന് പറയുന്നുണ്ട്. അന്നേരം ആ ഒരു പരബ്രഹ്മമാണ് ഇവിടെ മഹാഗുരു എന്ന് നമ്മൾ മനസ്സിലാക്കുക. ദൈവസ്മരണ എത്ര പ്രധാനമാണ്. മരിക്കുന്ന സമയത്ത് കൃഷ്ണനെ ഓർക്കുന്നവർ മോക്ഷം നേടും. നമ്മൾ ഏത് ഭാവത്തിലാണോ, അല്ലെങ്കിൽ ഭഗവാന്റെ ലോകത്തിലാണ് എന്ന രീതിയിലാണ് നമ്മൾ ഉപാസിക്കുന്നതെന്ന് ആ ലോകത്തിൽ നമ്മൾ എത്തിച്ചേരും. പണ്ട് വിവേകാനന്ദ സ്വാമിയോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത്, ഇത്രയും മനോഹരമായ ഒരു ലോകം സൃഷ്ടിച്ച ഈശ്വരന് എന്തുകൊണ്ട് അങ്ങനെ ഒരു ലോകം മനുഷ്യൻ ചിന്തിച്ചാൽ അദ്ദേഹത്തിന് കൊടുത്തുകൂടാ? അന്നേരം മനുഷ്യൻ എങ്ങനെയാണോ പരബ്രഹ്മതലത്തിലേക്കല്ല മോക്ഷം എന്ന് ഉദ്ദേശിക്കുന്ന വൈകുണ്ഠത്തിലേക്ക് എത്തിച്ചേരുന്നതാണ് മോക്ഷമെന്ന് അവൻ അവസാന സമയത്ത് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ വൈകുണ്ഠത്തിൽ എത്തിച്ചേരും. ഇനി അതല്ല, ശ്രീപുരമാവുന്ന സാക്ഷാൽ പരാശക്തിയിലേക്കാണ് ചെന്ന് ലയിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ദുർഗാ സ്വരൂപത്തിലേക്കാണ് ലയിക്കുന്നതെങ്കിൽ ആ ശ്രീപുരത്തിൽ എത്തിച്ചേരും. ഇനി അതല്ല, സാക്ഷാൽ മഹാദേവനെയാണ് പരബ്രഹ്മമായിട്ട് കാണുന്നതെങ്കിൽ സാക്ഷാൽ കൈലാസത്തിലേക്ക് എത്തിച്ചേരും. ഇനി അഥവാ ബ്രഹ്മാവിനെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ബ്രഹ്മലോകത്ത്. അങ്ങനെ ഏത് രൂപത്തിലാണോ നമ്മൾ ആരാധിക്കുന്നത് ആ രൂപത്തിൽ ഈ പറയുന്ന പരബ്രഹ്മം, അത് അദ്ദേഹത്തിന് പ്രത്യേക സ്വരൂപമില്ല, പക്ഷേ ആ ഒരു ജീവാത്മാവിൻ്റെ സങ്കല്പം
പരമാത്മാവ് നിറവേറ്റി കൊടുക്കുന്നു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. മരിക്കുന്ന സമയത്ത് കൃഷ്ണനെ ഓർക്കുന്നവർ മോക്ഷം നേടും. ജീവിതം താൽക്കാലികമാണ്, അല്ലെങ്കിൽ നമ്മളൊക്കെ എത്ര കാലം ഈ ഭൂമിയിൽ ജീവിക്കുമെന്നും യാതൊരു ഉറപ്പുമില്ല. അതുകൊണ്ട് ഈ നിമിഷത്തിൽ ജീവിക്കുക എന്ന് പലപ്പോഴും നമ്മുടെ നടനായിട്ടുള്ള മോഹൻലാൽ തന്നെ പലപ്പോഴും പറയാറുണ്ട്. ഞാനൊക്കെ ജീവിതത്തിൽ ഒരുപാട് പ്ലാൻ ചെയ്ത വ്യക്തികളാണ്. പക്ഷേ ആ പ്ലാനിങ്ങിൻ്റെ ഒരു 10% പോലും ജീവിതത്തിൽ നമുക്ക് സാക്ഷാത്കരിക്കാൻ സാധിച്ചിട്ടില്ല. അതെന്ന് പറയുന്നത് അങ്ങനെയല്ല. നമ്മളുടെ ഈ പറയുന്ന കർമ്മങ്ങളെല്ലാം തന്നെ നമ്മൾ പൂർണ്ണമായിട്ടും ഈശ്വരങ്കിൽ അർപ്പിച്ചുകൊണ്ട് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ കർമ്മം ചെയ്യുകയാണെങ്കിൽ അതെല്ലാം ഫലവത്താവും എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. അതേപോലെ ജീവിതം താൽക്കാലികമാണ്, ആത്മാവെന്ന് പറയുന്നത് ശാശ്വതമാണ്, ഇന്നും നിലനിൽക്കുന്നത്. ഇപ്പം ഞാൻ ഈ രൂപത്തിലിരിക്കുന്ന ഞാൻ ചിലപ്പം നാളെ കാണണമെന്നില്ല. പക്ഷേ എന്നിലെ ആത്മാവ് ഈ ലോകത്ത് സ്ഥിരമായിട്ട് നിലനിൽക്കും. പക്ഷേ ആത്മാവ് ചെയ്യുന്ന കാര്യങ്ങളിൽ, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ആ ആളുകൾക്ക് ഗുണമുണ്ടാവുന്നതാണെങ്കിൽ ആത്മാവ് നല്ല ലോകത്തിൽ ജനിക്കുമായിരിക്കും, അല്ലെങ്കിൽ വീണ്ടും മനുഷ്യനായിട്ട് ജനിക്കുമായിരിക്കും. അതല്ല ഏറ്റവും വലിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഈശ്വരനിൽ തന്നെ ലയിക്കുമായിരിക്കും. അതൊന്നും നമുക്ക് അറിയാത്ത കാര്യമാണ്. അതിനെപ്പറ്റി ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ബാക്കി കാര്യത്തിലോട്ട് നമുക്ക് പോകാം. ജീവിതം താൽക്കാലികമാണ്, ആത്മാവ് ശാശ്വതമാണ്. ദൈവസ്മരണയോടെ നമ്മൾ എപ്പോഴും ജീവിക്കുക. നമ്മുടെ ഈ ഒരു ജന്മം തന്നിട്ടുള്ളത് ഈശ്വരനാണ്. നമ്മുടെ അച്ഛനും അമ്മയും അതിൻ്റെ ഒരു ഭാഗഭാക്ക് മാത്രമാണ്, അല്ലെങ്കിൽ അവരിലൂടെ ആ ജന്മചക്രത്തിലൂടെ കടന്നാണ് നമ്മളോരോ കാര്യങ്ങളിലോട്ട് പോകുന്നത്. അതായത് പ്രത്യേകിച്ച് പുരുഷനോ സ്ത്രീയോ ഒരു 30 വയസ്സ് വരെ, യോഗാനന്ദ ഗുരുദേവൻ തന്നെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. 30 വയസ്സ് വരെ എന്ന് പറഞ്ഞാൽ നമ്മൾ പഴയ ജന്മങ്ങളിലുള്ള കാര്യങ്ങളുടെ പിടുത്തത്തിലായിരിക്കും നമ്മൾ ഉണ്ടായിരിക്കുക. അതിൽ നിന്ന് നമ്മൾക്ക് ആ പിടുത്തത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും മുക്തിയൊക്കെ കഴിയുന്നത്, അല്ലെങ്കിൽ വിട്ട് നമ്മൾ സ്വന്തമായ ഒരു അസ്തിത്വത്തിലേക്ക് പോകുന്നത്, അതായത് സ്ത്രീ ആയാലും പുരുഷനായാലും. ഇവിടെ സ്ത്രീ പുരുഷന് ആത്മാവിന് അതിൽ ബന്ധമില്ല. പുരിയിൽ ജീവിക്കുന്നത് എന്നുള്ള അർത്ഥത്തിൽ, അല്ലെങ്കിൽ ശരീരത്തിലുള്ളത് എന്നുള്ള അർത്ഥം മാത്രമേ ആ ഒരു വാക്കിനുള്ളൂ എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അല്ലെങ്കിൽ ശരീരത്തിലുള്ളത്, അതാണ് പുരുഷൻ. അതേപോലെ പ്രകൃതി എന്ന് പറയുന്നത് നമ്മുടെ ഈ ശരീരത്തിൽ കാണാവുന്ന കാര്യങ്ങളെ പ്രകൃതി എന്നും പറയുന്നുണ്ട് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അന്നേരം പുരുഷ പ്രകൃതി സംയോഗമാണ് നമ്മുടെ ഈ പ്രപഞ്ചമെന്ന് പറയുന്നത്. അന്നേരം പുരുഷനും പ്രകൃതിയും ചേരുന്നത്, അല്ലെങ്കിൽ പരബ്രഹ്മവും പരാശക്തിയും ചേരുന്നതാണ് നമ്മൾ ഈ കാണാത്തതും ആയിട്ടുള്ള ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്. അതായത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ലോകമാകുന്നത് വിഷ്ണു, വിഷ്ണുവാകുന്നത് ദേവി, ദേവിയാകുന്നത് ശിവൻ എന്നതാണ് നമ്മുടെ യഥാർത്ഥമായിട്ടുള്ള തത്വം എന്ന് പറയുന്നത്. അത് എല്ലാം നമ്മൾ മനസ്സിൽ ഉൾക്കൊള്ളുക. ഏതെങ്കിലും ഒരു ദേവത ഇന്നത് വലുതാണ് ചെറുതാണ് എന്നുള്ള തർക്കങ്ങളിലേക്ക് ഒരിക്കലും പോകാൻ പാടില്ല. അതെല്ലാം തന്നെ അറിവില്ലായ്മ കൊണ്ട് നമ്മൾ പറയുന്നതാണ്. യഥാർത്ഥ അറിവ് കുറച്ചൊക്കെ, അല്ലെങ്കിൽ ഈ ഗ്രന്ഥങ്ങളൊക്കെ വായിച്ചു കഴിയുമ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്ന കുറച്ച് ആശയങ്ങളൊക്കെ കിട്ടുമ്പോൾ ഞാൻ തന്നെ ചെറുപ്പത്തിൽ വിഷ്ണുവാണ് വലുത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ അതെന്ന് പറയുന്നത് ചെറുപ്പത്തിൽ ഉള്ള കുറേ തെറ്റിദ്ധാരണകൾ, ഓരോരുത്തരുടെ വിശ്വാസങ്ങൾ നമ്മൾ മേൽ അടിച്ചേൽപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന കുഴപ്പങ്ങളാണത്. അതല്ല എന്നാദ്യം നമ്മൾ മനസ്സിലാക്കുക. ഇനി ഇതിൻ്റെ ഒരു ലളിതമായിട്ടുള്ള ഒരു സാരാംശം നമ്മുടെ അഭിനവഗുപ്ത പാദര് പറയുന്നത്. അഭിനവഗുപ്ത പാദര് അത് ശൈവമായിട്ടുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. അന്നേരം ശൈവവുമായിട്ടുള്ള രീതിയിലും വൈഷ്ണവമായ ഒരു രീതിയിലുമാണ് നമ്മൾ ഭഗവത്ഗീത ഉൾക്കൊണ്ട് ഇപ്പം മുന്നോട്ട് പോകുന്നതെന്നുകൂടി മനസ്സിലാക്കുക. മരണസമയത്ത് എന്താണ് നാം ചിന്തിക്കുന്നത്, അതാണ് നമ്മുടെ ഭാവിയെ നിർണ്ണയിക്കുന്നത്. അന്നേരം നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ശുദ്ധമാക്കിക്കൊണ്ട് നമ്മുടെ കർമ്മങ്ങൾ, ഒരാൾക്കും ഒരു ആപത്തും വരാതെ, അല്ലെങ്കിൽ ഒരു മനുഷ്യനും മനഃപൂർവ്വം നമ്മൾ ദ്രോഹിക്കാതെ മുന്നോട്ട് പോവുക. എങ്കിലും ഈ ഒരു കാലഘട്ടത്തിൽ ദ്രോഹികളുടെ എണ്ണം വളരെ വളരെ കൂടുതലാണ്. പറയാതിരിക്കാൻ പാടില്ലാത്തതാണ്. അവരാണ് കൂടുതൽ. നമ്മൾ കമ്പാരിറ്റീവ്ലി മനുഷ്യനെ അപേക്ഷിച്ച് മൃഗങ്ങളാണ് ഭേദമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്.
നമ്മുടെ ഭാവിയെ നിർണ്ണയിക്കുന്നത്. അതിനാൽ ജീവിതം മുഴുവൻ നല്ല ചിന്തകളും ദൈവസ്മരണയും ഉള്ളതായിരിക്കണം. അന്നേരം നമ്മുടെ ജീവിതം ദൈവസ്മരണ ഉള്ളതായിരിക്കണം. നിനക്ക് വേണമെങ്കിൽ ഞാൻ മുഴുവൻ പിന്നെ ഈ ശ്ലോകങ്ങളെല്ലാം തന്നെ ഒരു വാക്യാർത്ഥത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ ശാന്തമായ ഒരു ജീവിതം നമ്മൾ കെട്ടിപ്പടുത്താൻ ശ്രമിക്കുക. നമ്മുടെ ശത്രുവും മിത്രവും നമ്മൾ തന്നെയാണ് എന്നാണ് ഭഗവത്ഗീത പറഞ്ഞു വെക്കുന്നത്. ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ ഈ പ്രകാരം ജീവിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത്. ദേവീ മഹാത്മ്യം എന്ന് പറയുന്നത് ഭഗവത്ഗീതയെ അപേക്ഷിച്ച് വളരെ സിമ്പിളാണ്. എങ്കിലും ഭഗവത്ഗീതയും ദേവീ മഹാത്മ്യവുമെങ്കിലും നമ്മൾ ജീവിതത്തിൽ കുറച്ചെങ്കിലും അതിലെ വാക്യാർത്ഥങ്ങളെങ്കിലും പാലിക്കാൻ നമ്മൾ ശ്രമിക്കണം. അന്നേരം എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു. ഞാൻ നിർത്തുന്നു.